أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബിശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കളെ, വളരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ 75ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണ് നമ്മുടെ തൊട്ടു മുന്നിൽ വരാനിരിക്കുന്നത്. ആ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധ ശഅബാനിൻ്റെ ഹക്ക് കൊണ്ട്, ഈ പവിത്രമായ വിശുദ്ധ ഖുർആനിൻ്റെ മജ്ലിസിൻ്റെ ഹക്ക് കൊണ്ട് അള്ളാഹു ആദരിച്ച റജബിനെയും ശഅബാനിനെയും റമദാനിനെയും ഒക്കെ ആദരിക്കാനും ഇബാദത്തിൽ മുഴുകാനും അതൊക്കെ അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലാവാനും നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ ബാച്ചിൽ 75ാമത്തെ ക്ലാസ്. 75ാമത്തെ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയ അക്ഷരങ്ങളുടെ മഖ്റജുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ ബാക്കിയാണ് തുടങ്ങുന്നത്. നമ്മളിപ്പോൾ ഏതെല്ലാം അക്ഷരങ്ങളുടെ മഖ്റജാണ് പറഞ്ഞത്? ഒന്ന്, ഹൽക്കിൻ്റെ താഴെയറ്റം, നടുഭാഗം, മേലെയറ്റം, ഇങ്ങനെ മൂന്നിടത്തുനിന്നും വരുന്ന ഹംസും ഹഉം പറഞ്ഞു, ഐനും ഹഉം പറഞ്ഞു, ഗൈനും ഖാഉം പറഞ്ഞു അല്ലേ? ഈ അക്ഷരങ്ങളെ നമ്മൾ ശരിക്കും പ്രാക്ടീസ് ചെയ്യണം. അ 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 പറയാതെ അ ഹ ഹ ഹ ഹ ഹ അല്ലേ? അതേപോലെ ഖ ഖ ഖ ഗ ഗ ഗ ഇങ്ങനെ പറഞ്ഞ് അക്ഷരങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ കിതാബിൽ തന്നെ അതിന് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. സിഫാത്ത് പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞ് ശരിയാക്കാനുണ്ട് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ 6 അക്ഷരങ്ങളുടേത് പറഞ്ഞു. പിന്നെ ഖാഫ്, കാഫ് 2 അക്ഷരങ്ങളുടെ മഖ്റജും പറഞ്ഞു. പിന്നെ ജീം, ഷീൻ, യാ 3 അക്ഷരങ്ങളുടെ മഖ്റജ് വേറെയും പറഞ്ഞു. ടോട്ടൽ 3ഉം 2ഉം 5ഉം 3ഉം 8 അക്ഷരങ്ങൾ പറഞ്ഞു. നോക്കിയേ, സ്ക്രീനിൽ കാണുന്ന ഈ അക്ഷരങ്ങളുടെ മഖ്റജാണ് നമ്മൾ പറഞ്ഞത്. ഹംസ്, ഹ, ഐൻ, ഹ, ഗൈൻ, ഖ, ഖാഫ്, കാഫ്, ജീം, ഷീൻ, യാ. കാണുന്നില്ലേ? നോക്കിയില്ലേ? അപ്പോൾ ഇനി ബാക്കിയുള്ള അക്ഷരങ്ങളുടെ മഖ്റജ് കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്. ഇനി മഖ്റജ് നോക്കിയേ, മഖ്റജ് എന്തിനാ പഠിക്കുന്നത് എന്ന് നമുക്കറിയാലോ. അക്ഷരം, അതിൻ്റെ ഉച്ചാരണ സ്ഥാനം, അതാണല്ലോ മഖ്റജ്. അത് അവിടെ നിന്ന് തന്നെ പുറപ്പെടണം, വരണം, കിട്ടണം. അപ്പോഴേ ആ അക്ഷരം ആവുള്ളൂ. ചിലപ്പോഴേ ശ്രദ്ധിക്കണേ, ചിലപ്പോഴേ പുറമേക്ക് നമ്മൾ കേൾക്കുന്ന ശബ്ദം സെയിമാണെന്ന് തോന്നുന്ന, ഒരേപോലെയാണെന്ന് തോന്നുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും.
ഈ പറഞ്ഞ സ്ഥലത്തല്ലാതെ നാവോ പല്ലോ ഒക്കെ തട്ടിച്ച് നോ 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 നോ, അത് അക്ഷരാവൂല. നിർദ്ദേശിക്കപ്പെട്ട ഭാഗങ്ങളിൽ ആ നാവാണെങ്കിൽ നാവ്, പല്ലാണെങ്കിൽ പല്ല് ഒക്കെ തട്ടി കൃത്യമായി വരുമ്പോഴുണ്ടാകുന്ന കറക്റ്റ് ശബ്ദം, സൗത്ത്, അതാണ് മഖ്റജിൽ നിന്ന് അക്ഷരങ്ങൾ വരിക എന്ന് പറഞ്ഞതുകൊണ്ട് വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. ഞാൻ പറയുന്ന ശബ്ദം അങ്ങനെ തന്നെയാണല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇല്ലല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ഈ അക്ഷരമാണ് ലോദ് എന്ന ഹർഫ്. ലോദ് 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 സ്ക്രീനിൽ കാണില്ല, വലിയൊരു ലോദ്. ഈ ഹർഫ് പറയുമ്പോൾ നാവിൻ്റെ അരുഭാഗം, നമ്മുടെ മേലെ അണപ്പല്ല്, നമ്മൾ കോട്ടുപല്ല്, അണപ്പല്ല് എന്നൊക്കെ പറയും, അതിലേക്ക് തട്ടിച്ചാണ് ആ ഹർഫ് പറയേണ്ടത്. മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ലോദ് 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 ലോ ലോ ലോദ് എന്ന് പറഞ്ഞു നോക്കിയേ, ലോ ലോ ലോദ്. ഇനി സ്ക്രീനിലേക്ക് നോക്കിയേ, നാവിൻ്റെ രണ്ട് സൈഡിലും പച്ച കളർ കൊടുത്ത അല്ലേ ഭാഗമുണ്ട്, അതേപോലെ പല്ലും കാണുന്നില്ലേ ഒരുമിച്ച്. ആ പച്ച കളർ നാവിൻ്റെ ആ ഭാഗത്ത് കാണുന്ന പച്ച കളറുള്ള ഭാഗം ഈ പല്ലിൻ്റെ പച്ച കളറുള്ള ഭാഗത്താണ് ടച്ച് ആവേണ്ടത്. കൂടുതൽ ആളുകൾക്കും സാധാരണ ഇടതുഭാഗത്തേക്കാണ് തട്ടി വരാറുള്ളത്, ലോദ് ലോദ്. ചിലർക്ക് വലതുഭാഗത്തേക്കും ആവും. തട്ടേണ്ട നാവിൻ്റെ ഭാഗവും തട്ടേണ്ട പല്ലുകളുമാണ് ഈ അടയാളപ്പെടുത്തിയ ഗ്രീൻ കളറിൽ കാണുന്ന ഭാഗം. വലല്ലോ വലല്ലോ, എങ്ങനെ? വലല്ലോല്ലീൻ വലല്ലോല്ലീൻ. ലോദ് ലോദ് തഫ്ഖീമുള്ള വായ നിറച്ചു പറയേണ്ട അക്ഷരമാണ്. ഇനി ഇതിന് ധാരാളം സിഫത്തുകൾ വേറെയുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം നാവ് പല്ലിൽ എവിടെ തട്ടണം, ഏതെല്ലാം പല്ലിൽ തട്ടണം അല്ലേ, അതാണ് കാണുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ വരി നിങ്ങളൊന്ന് ഒന്ന് 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 പഠിച്ചു നോക്കൂ. നമ്മൾ ചെയ്തു തന്നെ. മേലെ അണപ്പല്ലോട് നാവിൻ സൈഡ് തട്ടിച്ചു വേണേ ഉച്ചരിക്കാൻ ലോദ്. ചില തജ്വീദിൻ്റെ കിതാബുകളിലൊക്കെ ലോദിനെ കുറിച്ച് പറഞ്ഞ് കിതാബിൻ്റെ തുടക്കത്തിൽ തന്നെ കാണാം അൽഹംദുലില്ലാഹില്ലദീ ഖലഖ മഖ്റജൽ ലോദ്. ലോദിൻ്റെ മഖ്റജ് പടച്ച അള്ളാഹുവിനാണ് സർവസ്തുതിയും. ശരിക്ക് ശ്രദ്ധിച്ച് ലോദ്, കാരണം ഇനിയൊരു ലാം വരുന്നുണ്ട്, തഫ്ഖീം ചെയ്യുന്ന ലാം വരുന്നുണ്ട്, അതുപോലെ ഒരു ലോ ഒക്കെ വരുന്നുണ്ട്. കൺഫ്യൂഷൻ ആവാൻ പാടില്ല, അതൊക്കെ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ അത് തെറ്റുവരാതെ കൃത്യമായി അതിൻ്റെ ഉച്ചാരണ സ്ഥാനം പിഴവില്ലാതെ വരണം. ലോദ് 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 ലോദ്. ഓക്കെ, ഇതാണ് ലോദ്. ഇനി നമുക്ക് ഒരക്ഷരം കൂടെ പറയാം. ആ അക്ഷരമാണ് ലാം. ലാം പറഞ്ഞു നോക്കിയേ, ലാം 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 അല്ലേ? ലാം പറയുമ്പോൾ നോക്കിയേ, നാവിൻ്റെ തലഭാഗം തട്ടേണ്ട സ്ഥലം നമ്മുടെ മേലെ മുൻപല്ലിൻ്റെ ഊനിലാണ്. നാവിൻ്റെ തലയുടെ അരു ഒന്ന് കാണിച്ചു തരാം. സ്ക്രീനിലേക്ക് നോക്കിയേ, ആ യെല്ലോ കളർ കണ്ടില്ലേ, മഞ്ഞ കളർ നാവിൻ്റെ തലയുടെ അരു. അതുപോലെ ആ പല്ലു നോക്കി കണ്ടില്ലേ, ആ പല്ലിൻ്റെ ഊൻ എന്ന് പറഞ്ഞാൽ മുരടല്ല, ആ മാംസം ഉള്ള ആ ഭാഗത്തേക്ക്. പല നാട്ടിലും പല പേരാണ്, ഊന്, മുരട് എന്നൊക്കെ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഈ പിക്ചർ കാണിച്ചതെന്ന്. അപ്പം നാവിൻ്റെ തലയുടെ അരു, ആ മഞ്ഞ കളർ കാണുന്ന, യെല്ലോ കളർ കാണുന്ന ഭാഗം പല്ലിലെ ആ യെല്ലോ കളർ കാണുന്ന ആ ഊനിൽ തട്ടിയിട്ടാണ് പറയേണ്ടത്. ല 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 ഇല്ലല്ലാഹ് അല്ലേ? ആ ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഇങ്ങനെയുള്ള പിക്ചറുകളൊക്കെ കാണിച്ചു തരുമ്പോഴേ ഇതേപോലെ എഴുതിയിരുന്നു വരച്ചിരുന്നു കഴിഞ്ഞ ഒന്നാമത്തെ ബാച്ചിലെ ആളുകൾ എന്ന്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടില്ലല്ലേ? എന്നാ കണ്ടോളൂ. ഇതാ നോക്കിയേ, നിങ്ങൾ നോക്കിയേ, ഒരാൾ വരച്ചതാണിത്. ആളെ പേരൊന്നും പറയണ്ടല്ലോ. അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ആ ക്ലാസ്സിൽ നന്നായി ശ്രദ്ധിച്ച് ധാരാളം നോട്ടുകളൊക്കെ എഴുതി വരച്ച് എഴുതി എന്താ പറയുക, എത്രയോ ഡയറികളൊക്കെ തജ്വീദിൻ്റെ അഹ്കാമും പ്രധാന പോയിൻറ്റുകളൊക്കെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളുണ്ട്. ധാരാളം ആളുകളുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതേപോലെ ഇതിൻ്റെ കൂടെ ഹിഫ്ളാക്കുന്ന ആളുകളുണ്ട്. ഇൻഷാ അള്ളാഹ് റമദാൻ വരട്ടെ, അവരെയൊക്കെ നമുക്കൊന്ന് കിട്ടണം ഇൻഷാ അള്ളാഹ്. അപ്പോഴേ നമ്മൾ ളാദിൻ്റെ മഖ്റജ് പറഞ്ഞു, നാവിൻ്റെ അരുവും മേലെ അണപ്പല്ലുകളും. ലാമിൻ്റെ മഖ്റജ് പറഞ്ഞു, നാവിൻ്റെ തലയുടെ അരുവും മേലെ മുൻപല്ലുകളുടെ ഊനും. ഓക്കെ, യെസ്. ഇനി നമുക്ക് കുറച്ച് ഓതാനുണ്ട്, കുറച്ച് ഓതാം. സൂറത്തുൽ അഅറാഫ് 194 ആയത്ത് മുതലാണ് ഓതുന്നത് കേട്ടോ. തുടങ്ങാം അല്ലേ? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുകും فادعوهم فليستجيبوا لكم إن كنتم صادقين ألهم أرجل يمشون بها أم لهم أيدي يبطشون بها أم لهم أعين يبصرون بها أم لهم آذان يسمعون بها قل ادعوا شركاءكم ثم كيدون فلا تنظرون. Okay. إن الذين تدعون من دون الله عباد أمثالكم. إن الذين تدعون من دون الله عباد أمثالكم فادعوهم فليستجيبوا لكم. فادعوهم فليستجيبوا لكم. فليستجيبوا لكم. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഈ ഫൽയസ്തജീബു ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഫൽയസ്തജീബു എന്നായി വരും. നേരത്തെ ഇതുപോലുള്ള ഉദാഹരണങ്ങൾ വന്നിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഒന്നുകൂടെ പറയാണ്. ഫൽയസ്തജീബു, ഫല്യ വല്യുമിനു, കുല്യ അയ്യുഹൽ കാഫിറൂൻ അല്ലേ? കുല്യ കുല്യ, വല്യുമിനു വല്യു, വല്യു വല്യു, ഫല്യു എന്നാവും. അങ്ങനെ ആവാൻ പാടില്ല. ലാമിൻ്റെ സുക്കൂൻ വേണം, യാൻ്റെ ളമ്മും ശരിക്ക് ശ്രദ്ധിച്ചു വേണം പറയാൻ. ഇല്ലെങ്കിൽ ഫല്യുമിനു ഫല്യസ്തജീബു എന്നായി മാറും. ഈ വരികളൊന്ന് കേട്ടോക്കേ. സാക്കിനായ ലാമിനു ശേഷം വരുന്നത് അത് യാ എങ്കിൽ നല്ല ശ്രദ്ധയാണു വേണ്ടത്. സാക്കിനായ ലാമിന് ശേഷം വരുന്നത് അത് യാ എങ്കിൽ നല്ല ശ്രദ്ധയാണു വേണ്ടത്. ഫൽയസ്തജീബു എന്നു കൃത്യമാ വരേണ്ടത്. വല്യുമിനു ഫല്യസ്തജീബു അരുത് വരരുത് അല്ലേ? വല്യുമിനു ഫല്യസ്തജീബു അരുത് വരരുത്, ഇതാണ് വേണ്ടത്. ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഫൽയസ്തജീബു ലക്കും ഇൻ കുൻതും സാദിഖീൻ. അലഹും അർജുലുൻ യംശൂന ബിഹാ. അലഹും ഓക്കെ,
അലഹും അർജുലു യംശൂന ബിഹാ അം ലഹും ഐദി യബ്തിശൂന ബിഹാ അം ലഹും ഐദി യബ്തിശൂന. അത് ശരിക്കും ശ്രദ്ധിക്കണേ. യബ്തിശൂ. അം ലഹും അഅ്യുനു യുബ്സിറൂന ബിഹാ ട്ടോ. അം ലഹും ആദാനു യസ്മഊന ബിഹാ അം ലഹും ആദാനു യസ്മഊന ബിഹാ ഖുൽ ഇദ്ഉ ശുറകാഅകും സുമ്മ കീദൂനി ഫലാ തുൻളിറൂൻ. ഇവിടെ നോക്കി, ഖുൽ ഇദ്ഉ, കുലി കുലി, പുലി കുലിയൊന്നുമില്ല. പിന്നെയോ ഖു ഖു. ഖുൽ ഇദ്ഉ ശുറകാഅകും സുമ്മ കീദൂനി നി 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 സുമ്മ കീദൂനി. കീദൂനീൻ്റെ ആളുകളുണ്ട്. ആരൊക്കെയോ ഉണ്ട്. ഇവരുണ്ടാവാൻ പാടില്ല, തെദ്രീബിലുണ്ടാവാൻ പാടില്ല, എവിടെയും ഉണ്ടാവാൻ പാടില്ല അല്ലേ. സുമ്മ കീദൂനി ഫലാ തുൻളിറൂൻ. ഇനി ബാക്കി. ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ്സാലിഹീൻ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ وإن تدعوهم إلى الهدى لا يسمعوا وتراهم ينظرون إليك وهم لا يبصرون خذ العفو وأمر بالعرف وأعرض عن الجاهلين وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه سميع عليم. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ഓതിയ ആയത്തിൻ്റെ ആ ഫസ്റ്റ് തുടക്ക ഭാഗമാണ്. ഓതിയത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെ ഓതിയത്? നിങ്ങളെല്ലാവരും ഒന്ന് ഓതി നോക്കിയേ. എങ്ങനെ ഓതിയത്? ഇന്ന വലിയല്ലാഹു, വലിയല്ലാഹു. അങ്ങനെ ഓതിയ ആളുകളുണ്ട്, കുറച്ച് ആളുകൾ. നോ 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 നോ. ഇന്ന വലിയ, ഒരു ശദ്ദുള്ള യാ കസ്ർ, പിന്നെ ഒരു ഫത്ഹുള്ള യാ. ഇന്ന വലിയല്ലാഹു, ഇന്ന വലിയ, വലിയ, ഇന്ന വലിയല്ലാഹു. ഓക്കെ, ഇന്ന വലിയല്ലാഹു എന്നത് പിഴവാണോർക്കുക സോദരരെ. ഇന്ന വലിയല്ലാഹു എന്നാണുള്ളത്, നോക്കൂ കേൾക്കൂ എൻ പ്രിയരേ. അഅറാഫിൽ 196 ആയത്താണിവിടെ. അധികം പേരും പിഴവോതുന്നത് കേൾക്കാനിടവന്നിടമിവിടെ, കേൾക്കാനിടവന്നിടമിവിടെ. ഇവിടെ ഇവിടെ എത്ര ആളുകളുണ്ട് അറിയോ? ഇന്ന വലിയല്ലാഹു, ഇന്ന വലിയല്ലാഹു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് കുറച്ചങ്ങ് പറയാം. ഇന്ന വലിയല്ലാഹു, ഇന്ന വലിയ, ഇന്ന വലിയല്ലാഹുല്ലദീ നസ്സലൽ കിതാബ് വഹുവ യതവല്ലസ്സാലിഹീൻ വല്ലദീന തദ്ഊന മിൻ ദൂനിഹി ലാ യസ്തതീഊന. അവിടെ തന്നെ ലാ യസ്തതീഊന, രണ്ടാമത്തേത് തോ. ലാ യസ്തതീഊന നസ്റക്കും വലാ അൻഫുസഹും യൻസുറൂൻ വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യസ്മഊ وتراهم ينظرون إليك وهم لا يبصرون. ഓക്കേ, وتراهم ينظرون إليك وهم لا يبصرون. അടുത്ത നോക്കിയേ.
ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നല്ലോണം ശ്രദ്ധിക്കണം. നമുക്ക് ഒരുമിച്ച് ഒന്ന് മെല്ലെ മെല്ലെ ഓതി നോക്കിയാലോ. നോക്കി, ഖുദിൽ അഫ്വ ഓതിക്കേ. എന്താ പ്രശ്നം എന്നറിയോ? ഖുദിൽ അഫ്വ എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള ഫ ഉണ്ടല്ലോ അഫുവിലെ, ആ ഫാൻ്റെ ശേഷം വാവ് വന്നാൽ ഫ പോലെ തന്നെ കാറ്റൊഴിവാക്കിയിട്ട് വാ പറയുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫവ ഫവ അല്ല, ഫെവിക്കോൾ എന്ന് പറയും പോലെ അഫ്വ എന്നല്ല, അഫ്വ. അപ്പോൾ അറബിയിലെ വ ശരിക്കും ശ്രദ്ധിച്ച് ഖുദിൽ അഫ്വ. എങ്ങനെ നോക്കി, ഖുദിൽ അഫ്വ. ഖുദിൽ അഫ്വ. പിന്നെയോ വഅ്മുർ ബിൽ ഉർഫി. അപ്പോൾ ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി. ശരിക്ക് വഅഅ്രിദ് ളാദ് പറഞ്ഞു നോക്കി, വഅഅ്രിദ് അനിൽ ജാഹിലീൻ. നമുക്ക് ഒരുമിച്ച് ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅ്രിദ് അനിൽ ജാഹിലീൻ. ട്ടോ. അടുത്ത ആയത്ത് നോക്കി, വഇമ്മാ യൻസഗന്നക. എങ്ങനെ? വഇമ്മാ യൻസഗന്നക. ഗൈനാണ് യൻസഗ ട്ടാ. മിനശ് ശൈത്വാനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ് ഇന്നഹു സമീഉൻ അലീം. ബാക്കി ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫഇദാ ഹും മുബ്സിറൂൻ വഇഖ്വാനുഹും യമുദ്ദൂനഹും ഫിൽ ഗയ്യി സുമ്മ ലാ യുഖ്സിറൂൻ وإذا لم تأتهم بآية قالوا لولا اجتبيتها قل إنما أتبع ما يوحى إلي من ربي هذا بصائر من ربكم وهدى ورحمة لقوم يؤمنون. ഓക്കെ, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. ശരിക്കും ശ്രദ്ധിക്കണം. ത്വായിഫ് പറയുന്നുണ്ട്, ശൈത്വാൻ വേറെ പറയുന്നുണ്ട്, തദക്കറൂ തായുണ്ട്. فإذا هم مبصرون وإخوانهم يمدونهم في الغي ثم لا يقصرون وإخوانهم يمدونهم وإخوانهم يمدونهم എമുണ്ടല്ലോ എമു يمدونه ആവരുത്. وإخوانهم يمدونهم في الغي ثم لا يقصرون وإذا لم تأتيهم إلا وإذا لم تأتهم بآية قالوا لولا اجتبيتها لولا اجتبيتها قل إنما أتبع ما يوحى إلي من ربي ونقول قل إنما أتبع ما يوحى إلي من ربي هذا بصائر من ربكم وهدى ورحمة لقوم يؤمنون. باقي وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين
إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون صدق الله العظيم. Okay. وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون. വളരെ അടിവരയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണിത്. എന്താ അറിയോ, ഖുർആൻ കേട്ടാൽ, ഇദാ ഖുരി അൽ ഖുർആനു എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതപ്പെട്ടാൽ, അതായത് ഓതുന്നത് നിങ്ങൾ കേട്ടാൽ, ഫസ്തമിഉ ലഹു വ അൻസിതു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, സൈലൻ്റ് ആവും വേണം. ലഅല്ലക്കും തുർഹമൂൻ, അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടണ്ടേ, അതിനിങ്ങനെ ചെയ്യണമെന്ന്. ഖുർആൻ ഓത്ത് കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കന്നെ വേണം, സൈലൻ്റായി ശ്രദ്ധിക്കുക. കേൾക്കാൻ സമയമില്ലാത്ത അല്ലെങ്കിൽ ശ്രദ്ധിക്കാനൊന്നും പറ്റാത്തൊരു സമയത്താണോ, ഓഫ് ചെയ്യുക. ഓതുന്നുണ്ടോ ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യത്തിൻ്റെ കാരണമാണ്. തിരിച്ചായാൽ കാരുണ്യം നിഷേധിക്കപ്പെടും. എന്നിട്ടോ വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫഹ ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين إن الذين عند ربك لا يستكبرون عن عبادته ويسبحونه وله يسجدون. തിലാവത്തിൻ്റെ സുജൂദുള്ള സ്ഥലമാണിത്. ഓക്കെ പ്രിയപ്പെട്ടവരെ, തിലാവത്തിൻ്റെ സുജൂദ് ഈ റമദാനിൻ്റെ മുമ്പ് തന്നെയാണ് അത് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, കാണേണ്ടത്, കേൾക്കേണ്ടത്. തിലാവത്തിൻ്റെ സുജൂദ് എങ്ങനെ ചെയ്യാം? സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം രൂപത്തിലാണ് ആളുകൾ ചെയ്യുന്നത് അറിയോ? ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആ മുസ്ഹഫ് കൈ പിടിച്ചിട്ട് ഒറ്റ പോക്കാം സുജൂദിലേക്ക്, എന്നിട്ട് അങ്ങനെ വന്ന് ബാക്കി ഓതും. പല രൂപത്തിലുണ്ട്. അതെല്ലാം കൂടെ ഇവിടെ പറയാൻ കഴിയില്ല, ആളുകൾ കാട്ടിക്കൂട്ടുന്നത് കണ്ടാൽ. പറ്റില്ല കേട്ടോ, പറ്റില്ല. ഓക്കെ, നിസ്കാരത്തിലും ഈ ആയത്തുകളൊക്കെ ഓതിയാൽ, അതായത് തിലാവത്തിൻ്റെ സുജൂദുള്ള ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. നമുക്ക് മറ്റൊരു സമയത്ത് പറയാം. ഇപ്പോൾ നിസ്കാരത്തിലല്ലാത്തപ്പോൾ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്താൽ 4 കാര്യങ്ങൾ മസ്റ്റാണ്, ഫർളാണ്, നിർബന്ധമാണ്. ഒന്ന്, ഞാൻ തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണ്, അതായത് ഓത്തിൻ്റെ സുജൂദ് ചെയ്യുകയാണ് എന്ന് മനസ്സിൽ കരുതണം, നിയ്യത്ത് ചെയ്യണം ഉറപ്പായിട്ടും. അല്ലാതെ ഒന്നും കരുതാതെ അങ്ങ് പോകാൻ പറ്റില്ല. 2, അതോടൊപ്പം അല്ലാഹു അക്ബർ എന്ന് തക്ബീറും ചൊല്ലണം, നിർബന്ധമാണ്. ഇപ്പം ഈ പറയുന്നുട്ടാ, ഇപ്പം 2 എണ്ണമായില്ലേ, 1 നിയ്യത്ത്, 2 തക്ബീർ. 3, നേരെ സുജൂദിലേക്ക് പോകണം, സുജൂദ് ചെയ്യണം. എത്ര സുജൂദാ? തിലാവത്തിൻ്റെ സുജൂദ് എത്രണ്ണ? 2 എണ്ണമൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. നോനോ, 1 എണ്ണം. സുജൂദിലേക്ക് പോകണം. ഒരു സുജൂദ് ആവണമെങ്കിൽ എന്തെല്ലാം വേണം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നെറ്റിയിൽ നിന്ന് അല്പം തട്ടണം, 2 കൈവെള്ള, കാലിൻ്റെ വിരലുകളുടെ പള്ള, ഇതൊക്കെ തട്ടിയിട്ട് കൃത്യം നിസ്കാരത്തിലെ സുജൂദ് പോലൊരു സുജൂദ് ആവണം അത്. എന്നിട്ടോ സുജൂദിൽ നിന്ന് വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന സലാം വീട്ടലും വേണം. ഈ 4 സംഗതി, 1 നിയ്യത്ത്, 2 തക്ബീർ, 3 ഒരു സുജൂദ്, 4 സലാം വീട്ടൽ. ഈ 4 എണ്ണം നിർബന്ധമാണ്. ഇനി അതിൻ്റെ സുന്നത്തുകളോ ധാരാളമുണ്ട്. നോക്കിയേ, തിലാവത്തിൻ്റെ സുജൂദ് അല്ലെങ്കിൽ ഓത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2 കൈയും ഉയർത്തി ചുമലിൻ്റെ നേരത ഇങ്ങനെ ഉയർത്തി കൈ കെട്ടണം. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ ഒരു അല്ലാഹു അക്ബർ പറഞ്ഞു പോവണം. എന്നിട്ട് സജദ വജ്ഹിയ ലില്ലദീ എന്ന് തുടങ്ങുന്ന ആ ദിക്ർ ചൊല്ലണം. ആ ദിക്ർ നോക്കിയ സ്ക്രീനിൽ കാണാം, ഇതാണ് ആ ദിക്ർ. കിട്ടാത്ത ആളുകൾ എഴുതി വെക്കണത്. ഇനി നോക്കണേ, ഈ ദിക്ർ അറിയാത്ത ആളുകൾ സാധാരണ നമ്മൾ ചൊല്ലുന്ന സുബ്ഹാന റബ്ബിയൽ അഅ്ല വബിഹംദിഹി ഇല്ലേ, അത് ചൊല്ലണം. എന്നിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇരുത്തത്തിലേക്ക് വരണം. എന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് പറഞ്ഞ് 2 സലാമും വീട്ടണം. അതിൻ്റെ രൂപം ഒന്ന് കണ്ടു നോക്കിയേ, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കിയേ. തിലാവത്തിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നു,
അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ. സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ്ഖ സമഅഹു വബസറഹു ബിഹൗലിഹി വഖുവ്വതിഹി ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. അല്ലാഹു അക്ബർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കണ്ടില്ലേ, എങ്ങനെയാണ് തിലാവത്തിൻ്റെ സുജൂദ്. അല്ലാതെ ജനങ്ങൾ എന്തൊക്കെ രൂപത്തിലാണ് സുബ്ഹാനല്ലാഹ് സലാം വീട്ടുന്നില്ല, ചില ആളുകൾ ദിക്ർ ചൊല്ലുന്നില്ല, ചില ആളുകൾ തക്ബീർ ചൊല്ലുന്നില്ല, ഒറ്റ പോക്ക് ഒറ്റ വരവ്. അല്ലാഹ് ശ്രദ്ധിക്കണേ. അല്ലാഹു അല്ലാഹ് സദഖല്ലാഹുൽ അദീം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സൂറത്തുൽ അഅറാഫ് ഇവിടെ സമാപിച്ചു, ഇവിടെ തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആനിലെ ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ തൊട്ട് അഅറാഫ് സൂറത്ത് വരെ നമ്മൾ ഓതി തീർത്തു. അല്ലാഹുവെ ഖബൂലാക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. വെളിപ്പാടുകര വിശുദ്ധ റമദാനാണ്. റമദാനിലെ മനോഹരമായി സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ കഴുകിക്കളഞ്ഞ് തീർത്തും പാപമുക്തമായ ഖൽബും മനസ്സും ശരീരവുമായി ഈ റമദാനിൽ ഞങ്ങൾക്ക് നീ ഓശാരമായി നൽകണേ അല്ലാഹ്. അല്ലാഹ് ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗികൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ഞങ്ങളുടെ മക്കൾക്കൊക്കെ സാലിഹ്യങ്ങളായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. നിൻ്റെ പുന്നാര ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം സവിധത്തിലേക്ക്, അങ്ങ് തൈബയിലേക്ക്, മദീനയിലേക്ക് നീ ഞങ്ങളെ ഒരുപാട് തവണ എത്തിക്കണേ അല്ലാഹ്. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജിനും ഉംറക്കും നീ വിധി നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ബന്ധങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഒരുപാട് പേരുണ്ട്. മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, കുടുംബക്കാർ. അല്ലാഹു എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. റജബിൻ്റെ ബറക്കത്ത് കൊണ്ട്, മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് അവർക്കെല്ലാം നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും ഞങ്ങളുടെ ഉസ്താദുമാർ, കൂട്ടുകാർ, കുടുംബക്കാരോടൊപ്പം നീ നിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله. إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله. صلاة الله سلام الله عليك يا رسول الله. صلاة الله سلام الله عليك يا حبيب الله.